Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റാണ് കേട്ടോ. ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ലാസ്റ്റ് മന്തായിരുന്നു ലാസ്റ്റ് ചെക്കപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ ചെക്കപ്പിന് പോയത് മാർച്ച് 19 തീയതിയായിരുന്നു എൻ്റെ സ്കാനിങ്. സോ ഡോക്ടർ ചേഞ്ച് ചെയ്ത് കാണിച്ചുകൊണ്ടിട്ട് ഒരുവിധം എല്ലാ ടെസ്റ്റുകളും ആദ്യം തൊട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു ആ ഒരു സ്കാനിങ്ങിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബിക്ക് ചെറിയ വളർച്ചക്കുറവ് കാണിക്കുന്നുണ്ട് എന്ന്. പക്ഷെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പ്രശ്നമാക്കണ്ട, ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് വളർച്ചക്കുറവെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം എന്നാണ് പറഞ്ഞത്. സോ അതൊരു സമാധാനം. പിന്നെ ഡോക്ടറെ കാണാൻ പോയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്നത് നമ്മുടെ നെക്സ്റ്റ് മന്ത്, അതായത് 8 മാസം കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ, ഏപ്രിൽ 17, 19 ആ ഒരു ടൈമിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ടാബ്ലറ്റൊക്കെ തന്നു, അത് തീരുമ്പം മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പോവേണ്ടത് പക്ഷേ 17-ാം തീയതി പോയാൽ മതി. ഞാൻ മറന്നു പോകണം, ഞാൻ എന്താ ഓർത്ത് വെച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ക്ഷീണം വരുന്നു സംസാരിക്കുമ്പം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഓരോ വ്ളോഗ്സിലും പറയാനുള്ള കാര്യമാണ്, എനിക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കുമെന്ന്. രാവിലെ എണീറ്റപ്പോൾ തൊട്ടിട്ട് ഞാൻ ഇനി അത് മൈൻഡിൽ അങ്ങനെ ആലോചിച്ച് വെച്ചേക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. വേറെ ഒരു ദിവസം ഇല്ലാത്ത കുഴപ്പമാണ് എനിക്ക് ഈ ചൊവ്വാഴ്ച ദിവസം വരുന്നത്. ഭയങ്കര ക്ഷീണമായിരിക്കും ഈ ദിവസം. മേ ബി ഞാനത് ഓർത്ത് വെച്ചേക്കുന്നതുകൊണ്ടിട്ടായിരിക്കും. മുടി മൊത്തം കൊഴിഞ്ഞ് മൊത്തത്തിൽ നാശമായി കേട്ടോ. എൻ്റെ മുടി ഫുള്ള് ഇതുണ്ടോ, ഇതൊക്കെ പൊട്ടിപ്പോയ ഹെയറാ കണ്ടോ. ഇവിടെയൊക്കെ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതുണ്ടോ, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മൊത്തം ഫ്രിസി ആയിട്ട് പൊട്ടിപ്പോയി. ലൈക്ക് എന്ന് വെച്ചാൽ ഈ കളർ ചെയ്തേക്കുന്ന ഭാഗം കണ്ടോ, കളർ ചെയ്തേക്കുന്നുണ്ടാണ്. ഈ ബാക്ക് പോർഷൻ മൊത്തം പൊട്ടിപ്പോയി. പക്ഷെ ഫ്രണ്ട് പോർഷൻ പ്രോബ്ലം ഇല്ല, ബിക്കോസ് ഇത് എന്താ നമ്മുടെ ഫ്രണ്ടിൽ കളർ ചെയ്തിട്ടില്ലായിരുന്നു. കളർ ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം ആവാറായി, 1.5 വർഷത്തോളമായി. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഇപ്പോഴല്ല, കുറച്ച് നാളുകൂടിയിട്ട് പൊട്ടുന്നുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത, ഇപ്പോൾ ഞാൻ ചീകിയപ്പോൾ പറഞ്ഞത് ഈ ബാക്കിലത്തെ ഈ ഒരു മുടിയാണ് മൊത്തത്തിൽ പൊട്ടിയത് കണ്ടോ. ഇത് കട്ടിയത്തേക്കല്ല, പൊട്ടിപ്പോയതാണ്. അവിടെ വെച്ചിട്ട് പൊട്ടിപ്പോയേക്കാണ്. ഇപ്പം ഞാൻ പിന്നെ എണ്ണയൊക്കെ തേച്ച് പിന്നെ പഴയ കണക്കാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ബോട്ടോക്സിനോ കെരാട്ടിനല്ല, വേറെ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതെന്തെങ്കിലും ചെയ്തിടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതായത് ദേവി എൻ്റെ അടുത്തുണ്ട്, നീ ഇത്രയും സിന്ദൂരം ഇടുമ്പോൾ നീ മുടി മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ കൊള്ളില്ല, മുടി ഉള്ളതാണ് ഭംഗി, അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ കട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചത്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വിസിറ്റാണ്. പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തൈറോയിഡ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് കാശി ബേബീൻ്റെ സമയത്തും നമ്മുടെ കുഞ്ഞു ബേബീൻ്റെ സമയത്തും ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് PNN മഞ്ചാലമ്മൂടുള്ള ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ തന്നെ പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ലാബുണ്ട് അവിടെ ചെന്നിട്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം. പിള്ളേർ രാവിലെ തുടങ്ങി, അവിടെ പോയി തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ വ്ളോഗാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഞാൻ എല്ലാ ദിവസവും തല വാഷ് ചെയ്യാറില്ല. തല വാഷ് ചെയ്യുന്ന ടൈമിലെല്ലാം ഈ പ്രോബ്ലമാണ് കേട്ടോ, മുടി പൊട്ടിപ്പോകൽ. ആ മുടീൻ്റെ നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അത് ഈ വാഷ് ചെയ്യുമ്പോൾ എല്ലാം പോകും. പിന്നെ ഈ ഞാൻ മുന്നേ എണ്ണ തേച്ച് കുളിക്കില്ലായിരുന്നു, അതായിരുന്നു മെയിൻ പ്രോബ്ലം. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മൂശായിട്ട് കേട്ടോ.
ഇപ്പം എണ്ണ തേച്ച് കുളിക്കാൻ തുടങ്ങി വേണ്ടിയിട്ട് പിന്നെയും കുഴപ്പമില്ല, എന്നാലും കൊഴിയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ കാണിച്ചു തരാം. ഇത് നമ്മുടെ സഹ്യയിലാണ്. ഞാൻ പ്രീനേറ്റൽ കെയറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അവരുടെ ഹെയർ ഓയിലാണ്. കുഴപ്പമില്ല. ഞാനിപ്പം ഇതാണ് റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫേസിൽ ഫുള്ള് പിമ്പിൾസായി. അത് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പിമ്പിൾസ് വന്നത്. പിമ്പിൾസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെനിക്ക് ക്രീമൊക്കെ തന്നിട്ടായിരുന്നു പോയത്. ഇന്നലെ ഞാൻ മാമിനെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിമ്പിൾസ് ആയി. അന്നേരം പറഞ്ഞാൽ അത് കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്ത് വെക്ക്, എന്നിട്ട് നോക്കിയിട്ട് പിന്നെ യൂസ് ചെയ്താൽ മതി, ബാക്കി പാക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പാക്കൊക്കെ ഞാൻ ഡെയിലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിമ്പിൾസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഫേസിലുള്ള ടാന് കാര്യങ്ങളൊക്കെ ഒത്തിരി മാറി. ഇനി ഒരു ഹെയർ പാക്ക് ഇടണം, ഫേസ് പാക്ക് ഇടണം, കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അനിയത്തി ഉണ്ട്, അവളിപ്പോൾ അവിടെ ലാബിൽ കയറിയിട്ടുണ്ട്, PNNM ലാബിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. വന്നപ്പം ഞാൻ പറഞ്ഞു ഇതാണെങ്കിൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വരണമെന്ന്. അപ്പോൾ അവളൊന്ന് ചേച്ചി വരാൻ പറഞ്ഞു. അവളുള്ളതുകൊണ്ടിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ആയിരിക്കും പോണത്. പിന്നെ നമ്മുടെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബലമാണല്ലോ. ഇപ്പോൾ എവിടെ ചെന്നാലും ഞാൻ പണ്ട് എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പുറത്ത് പോകാനായിട്ട് വരുമ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കാര്യം അറിയാവുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഇപ്പം എവിടെ ആയാലും നമുക്കറിയാവുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാകും. നമുക്കറിയാവുന്ന ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അത് അപ്പം കൊച്ചു കിടന്ന് കരയുന്നത് കാശിയല്ല ജാനി. അപ്പോൾ എന്താ, ഞാൻ പറഞ്ഞ കണക്ക് ഞാനിനി ഹെയർ പാക്കൊക്കെ ഇട്ട് ഫേസ് പാക്കും ഒക്കെ ഇട്ട് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വിശേഷമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് തന്നെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇനി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് എനിക്കൊരു ഫലൂഡ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ. ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉണ്ട്, കാശിൻ്റെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഡ്രസ്സ് വാഷ് ചെയ്ത് ഞാൻ എടുത്ത് മടക്കി വെച്ചില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരം എടുത്തുകൊണ്ട് വന്ന് റൂമിൽ വെച്ചതാണ്. സമയം കിട്ടി, പക്ഷെ ഞാൻ ചെയ്തില്ല, മടി കാരണം. പിന്നെ എല്ലാം ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് എനിക്ക് നിൽക്കാമല്ലോ. പുതിയതെല്ലാവരും എടുത്ത് വെക്കും, പഴയതെല്ലാവരും എടുത്ത് വെക്കും. അതാകുമ്പോഴത്തേനും എനിക്ക് എടുക്കാനും മെനക്കേടോ കാര്യങ്ങളോ ഒന്നും കാണില്ല. അപ്പം എൻ്റെ കംഫർട്ട് അനുസരിച്ചാണ് ഞാൻ കാശിൻ്റെ ഡ്രസ്സൊക്കെ വെക്കും. എൻ്റെ കാശിയുടെ മാത്രമല്ല, എൻ്റെ അല്ലാതെ കണക്ക് തന്നെയാണ് വെക്കുന്നത്. പിന്നെ കിടന്ന് ഓടേണ്ടി വരില്ലല്ലോ ഒന്നിനും. ജാനി ഉണ്ട് കേട്ടോ. രാവിലെ അംഗം നടത്തിയിട്ട് നിൽക്കുകയാണ്. അയ്യോ എൻ്റെ പൊന്നോ, 3 പിള്ളേരും ഉണ്ട്. ഞങ്ങളും ഉണ്ട്. അംഗമാണ് ഇവിടെ ഓരോ ദിവസവും അംഗം. ഈ ഡ്രസ്സൊക്കെ പറക്കി ഒതുക്കി മടക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫേസിൽ ഇതിനിടയ്ക്ക് ഞാൻ നാൽപ്പാമരാതി തൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രസവരക്ഷയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഓയിൽ എനിക്ക് പിടിക്കുന്നില്ല. എല്ലാ സ്കിന്നിനും എല്ലാ സാധനങ്ങളും ചേരണമെന്നില്ലല്ലോ. എൻ്റെ സ്കിന്നിൽ അത് ചേരുന്നില്ല. സോ അത് ഞാൻ സ്കിപ്പ് ചെയ്തു. നാൽപ്പാമരാതി പ്രശ്നമില്ല. ഫേസിൽ പിമ്പിൾസൊക്കെ ആയാലും അത് മാറാനായിട്ട് നാൽപ്പാമരാതി ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യാം. ഈ ഉടുപ്പ് ഞാൻ എവിടെയോ പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയിട്ട് ഞാൻ ആ ചെയറിൽ തന്നെ വെച്ചിരുന്നതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ അത് ഇട്ടതിന് ശേഷം പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കാശിനെ പിടിച്ച് ഞാൻ ഇപ്പോൾ എല്ലായിടത്തും ബെഡിൻ്റെ മുകളിലാണ് വെക്കൽ. ഒന്നും താഴെ വെക്കാൻ പറ്റത്തില്ല, എല്ലാം വാരി വലിച്ച് നാശമാക്കി താഴെ ഇടും. റൂം മൊത്തം പൂക്കളം പോലെ കാശിയുടെ ഡ്രസ്സുകളായിരിക്കും കിടക്കുന്നത്. എല്ലാം വാരിയിടും. പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. കാശിയുടെ കുറേ കുഞ്ഞുടുപ്പുകൾ ഇരിപ്പുണ്ട്. എല്ലായിടത്തൊന്നും അലക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. കാര്യം കാശിയുടെ കുറേ
കാശി ജനിച്ച് ഒരു 3 months വരെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ സൂക്ഷിച്ചൊരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട് എൻ്റെ ബെഡിൻ്റെ അടിയിൽ സ്പേസ് ഉണ്ട്, അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 മാസം തൊട്ടിട്ടുള്ളത്, 3 മാസം തൊട്ടിട്ട് 6 മാസം വരെയുള്ള ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാശിയുടെ പഴയ ഉടുപ്പുകളാണ്. കണ്ടോ, ഒന്നും ഞാൻ നാശമാക്കി കളയില്ല. എൻ്റെതും എല്ലാം പഴയതിരിപ്പുണ്ട്. കണ്ടോ, കാശി ജനിച്ച സമയത്ത് ഇട്ടിരുന്ന റോംബറാണ്. ഒരു 3 months 3 months തൊട്ടിട്ട് 6 months വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വൈറ്റാണ്, ഇത്തിരി പോലും കളറ് പോലും പോവുകയോ എവിടെയെങ്കിലും അഴുക്കാവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതേ കണക്കന്നെ വെച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ഇതൊക്കെ അവൻ്റെ തന്നെ, എനിക്ക് കുഞ്ഞിൻ്റെ ഒന്നും കളയാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ സൂക്ഷിച്ച് വെച്ച്. സോ അതുകൊണ്ടിട്ട് എന്താ, കുഞ്ഞു ബേബിക്ക് അധികം വാങ്ങേണ്ടി വരില്ല. അല്ലെങ്കിൽ ഈ 2ാമത് പിള്ളേർ വരുമ്പോൾ അതൊക്കെ തന്നെ. ആദ്യത്തെ പിള്ളേരുടെയൊക്കെ കുറേ കാണുമല്ലോ. നമ്മൾ 3 മാസത്തിൽ കൂടുതൽ എന്തായാലും ഈ ജനിച്ച പിള്ളേരുടെ സാധനങ്ങൾ യൂസ് ചെയ്യില്ല. അപ്പം ഞാൻ കുറേ ഉണ്ടായിരുന്നത് 3 മാസം തൊട്ടിട്ട് 6 മാസം വരെ ഉള്ളത് ഒരു കുട്ടി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ച്, ആ കൊച്ചിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മേടിച്ചുകൊണ്ട് പോയി. ബാക്കിയൊക്കെ അതേ കണക്കിന് ഇരിപ്പുണ്ട്, കുറേയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വാഷ് ചെയ്യണം. എൻ്റെ കാഴ്ചയുടെ സമയത്ത് ഡെലിവറിയുടെ സമയത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞു. പരിപാടി മീൻസ് കാശിക്കൊന്നെ കുളിപ്പിച്ചു, കാശിക്കൊന്നെ ഫുഡ് കൊടുത്തു, പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു, ഹെയർ പാക്കും ഫേസ് പാക്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ നാച്ചുറൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊഡക്ട്സ് കിട്ടി. ഒന്ന് ഫസ്റ്റ് എനിക്ക് നമ്മുടെ യഥാസൂത്രയുടെ കിറ്റിൻ്റെ അകത്ത് ഫേസ് പാക്ക് ഉണ്ടായി, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്കൊരു പേജിൽ നിന്ന് അയച്ചു തന്നു, പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് ഫേസ് പാക്ക്, ഞാൻ വരേൻ്റെ ഫേസ് പാക്ക് അയച്ചു തന്നു. പിന്നെ വേറൊരു പേജ്, അതെൻ്റെ കൂട്ടുകാരിയുടെ പേജാണ് കേട്ടോ. പേജിൻ്റെ പേര് അഷ്ടാംഗ ഹെർബൽസ്, അവരുടെ മുഖകാന്തി ചൂർണം, അതാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. അത് കിട്ടി. പിന്നെ നമ്മുടെ പ്രസവരക്ഷയ്ക്ക് വന്നപ്പോൾ അവരെനിക്കൊരു ഫേസ് പാക്ക് കൊണ്ടുവന്ന്. അപ്പം എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ടൈമില്ല, കുറേ പാക്കുകളായി. എല്ലാം നല്ലതാണ് കേട്ടോ, എല്ലാം ആയുർവേദമായിട്ട്. വയറൊക്കെ വലിയുന്ന കാശിയുടെ ടൈം പോലെയല്ലതാ, കണ്ടോ, നല്ല വയറായി. കാശിയുടെ സമയത്ത് എനിക്ക് ഇത്രയും വയറില്ലായിരുന്നു, ഇത്രയും വയറായത്. ചൊറിയുന്നതൊക്കെ ഞാൻ ആലോചിക്കും. സ്ട്രെച്ച് മാർക്ക് എനിക്കിനി വരാനൊന്നുമില്ല. ആദ്യത്തെ ഡെലിവറി ടൈമിൽ തന്നെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇത് നമ്മുടെ സഹ്യയുടെ തന്നെ ഷാമ്പു ആണ് കേട്ടോ, നല്ല ഷാമ്പുവാണ്. ഇനിയിപ്പോൾ കുളിക്കണം, പോകണം. പിന്നെ എനിക്ക് വേറൊരു ഐറ്റം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അവരുടെ പേജിൻ്റെ പേര് വരുന്ന ആരാധ്യ അറ്റിയേഴ്സ് എന്ന് പറഞ്ഞാണ്. നമ്മുടെ കുഞ്ഞു ബേബിയുടെ ടവലും കുഞ്ഞുടുപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നവർ വീഡിയോ വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ വിചാരിച്ച് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ പോലെ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇത് കാണിച്ചു തരാം. എന്തായാലും കുളിച്ചൊരുങ്ങിയതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞാൻ ഓട്ടോ പറഞ്ഞപ്പം ഓട്ടം പോയേക്കെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഓട്ടോ 11 ആകുമ്പോൾ പറഞ്ഞു, അതിന് മുമ്പ് പോകണം, റെഡിയായി പോട്ടെ. ചേച്ചിക്ക് ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കും, ബീന ഡോക്ടറെ ഒന്ന് കാണിക്കും. ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറാണ് ബീന ഡോക്ടർ. ആ ഹോസ്പിറ്റലാണ് ഇപ്പോൾ പോണത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ തൈറോയിഡിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേട്ടത്തിക്ക് റെഗുലർ പീരീഡ്സ് ആയിരുന്നു, ബട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഡെലിവറിയൊക്കെ നിർത്തിയാണ് കേട്ടോ. പക്ഷേ ഈ മാസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു 10-15 ദിവസമായിട്ട് ഈ പീരീഡ്സ് മിസ്സായിട്ട്, പ്രഗ്നൻ്റ് ആവില്ല, ബട്ട് PCOD ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് ചേച്ചിക്ക് ഡോക്ടറെയും കാണിക്കണം. അപ്പോൾ എൻ്റെ കൂടെ ചേച്ചിയും വരുന്നുണ്ട്. സോ എനിക്കൊരു കൂട്ടായി, അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇന്ന് പോകാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഞാൻ പോയി കുളിച്ച് റെഡി ആവട്ടെ. ചേച്ചിയോട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജാനിമോളെ കൊണ്ടുവന്നായിരിക്കുകയാണ്. കാശി ബേബീനെ വീട്ടിൽ നിർത്തിയിട്ട് പോകും, അമ്മാമ്മയും ചിത്തുമോനും ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നോളും, കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ സമയം കളയുന്നില്ല. ഇപ്പം തന്നെ 11 മണി കഴിഞ്ഞു. ഞാൻ പോയി കുളിച്ച് പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഈ കുളിക്കാൻ കുറേ ടൈം വേണം കേട്ടോ. ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂറോളം എടുത്തിട്ടേ ഞാൻ കുളിക്കാറുള്ളൂ. ഞാൻ വാഷ്റൂമിൽ പോവും, വാഷ്റൂം ഫുള്ള് തേച്ച് കഴുകും. പിന്നെ ഹീറ്ററുണ്ട്, ചൂടുവെള്ളം ഇട്ടേക്കും. ചൂടുവെള്ളം അത് തണുത്ത് വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഫുള്ള് നിറഞ്ഞ ശേഷം കുളിക്കാൻ തുടങ്ങത്തുള്ളൂ. പിന്നെ ഞാൻ കുളിക്കാൻ കയറുമ്പോഴായിരിക്കും പ്രഗ്നൻസി കെയറിനെ പറ്റിയിട്ടും
ഡെലിവറീനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നത്. ആ ഒരു ടൈം ഞാൻ കണ്ടെത്താറുണ്ട് കുളിക്കുന്ന ടൈമിൽ. സോ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് കുളിക്കാറുള്ളത്. എന്തായാലും ഇന്ന് സമയം കളയാനില്ല, ഞാൻ കുളിച്ചിട്ട്. അപ്പം ഞാൻ റെഡിയായി. പ്രത്യേകിച്ച് മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ മേക്കപ്പ് അല്ലേ. 11:30 ആവാറായി, വണ്ടി ഇപ്പോൾ വരും. കാശിനെ കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ എന്നെ ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ തൊട്ട് കരച്ചിൽ തുടങ്ങി. അതുകൊണ്ട് എന്താവും അറിയാൻ വയ്യ. സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം. വീട്ടിൽ നിർത്തിയിട്ട് പോകണമെങ്കിൽ നിർത്തിയിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാം എന്ന് വിചാരിക്കുകയാണ്. നോക്കട്ടെ എങ്ങനെയാണെന്ന്. നിൽക്കുന്നാറ് ജിച്ചനോട് നിൽക്കുമോ? കാർട്ടൂൺ വെച്ച് തരാൻ മതി. നിൽക്കത്തില്ലായിരിക്കും, വണ്ടി പോയും. ചേട്ടത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് ഓപ്പൺ ചെയ്യാൻ സമയം കൊണ്ടിട്ട് വരും. ഇത് നമ്മുടെ വീടിനടുത്തുള്ള PNN മഞ്ചാലമൂട് ഹോസ്പിറ്റലാണ്. ആദ്യമേ ഞാൻ ചെന്നിട്ട് ടോക്കണൊന്നും എടുക്കേണ്ടി വന്നില്ല. നേരെ ലാബിൽ ചെന്നിട്ട് ഇതുപോലെ TSH ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബ്ലഡ് എടുത്തിട്ട് 1 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു കേട്ടോ. അതിനുശേഷം ചേച്ചിക്ക് ഡോക്ടറെ കണ്ടുകൊണ്ടിട്ട് ഞങ്ങൾ ബീന മാമിൻ്റെ വീട്ടിൽ പോയി. എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കും TSHും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനും അങ്ങനെ കുറേ കൊടുത്തു. അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും തിരിച്ചിറങ്ങി ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാബിൽ വന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തു. പ്രഗ്നൻസി നെഗറ്റീവാണ്. ബിക്കോസ് ഒരു ഡെലിവറി നിർത്തിയാണ്, എന്നാലും ബൈ ചാൻസ് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നെഗറ്റീവായിരുന്നു. TSHും എന്നെ കണക്ക് തന്നെ എനിക്ക് 1.30 ആയിരുന്നു. ചേച്ചിക്കും അത് കണക്ക് 1.30 ആണ്. തൈറോയിഡും ഇല്ല. പിന്നെ PCODയുടെ ഒരു ഡൗട്ടുണ്ട്. അതുകൊണ്ടിട്ട് നാളെ വന്നിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞേക്കാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാനായിട്ട് 1 hour എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ ഏകദേശം ഒരേ ടൈമിൽ കൊടുത്തുകൊണ്ടിട്ടുണ്ട്. രണ്ടുപേരുടെയും 1 hour എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊരു 3/4 മണിക്കൂറോളം ഇരുന്നു. 1 hour ഒന്നും ഇരിക്കേണ്ടി വന്നില്ല കേട്ടോ. അതിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നു. പിന്നെ ജാനിമോൾ ഇത് ഇവിടെ കളിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാശിനെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാര്യം എനിക്കിപ്പോൾ ഒരുപാട് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര അണപ്പും ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. അപ്പം കാശിനെ കൊണ്ടുവന്നാൽ കാശി എന്തായാലും ജാനിയുടെ കൂടെ ഓടി നടത്തുകയായിരിക്കും. അപ്പോൾ എനിക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഈ ആളൊഴിഞ്ഞ വരാന്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാര്യം ഭയങ്കര മെമ്മറീസാണ്. നമ്മൾ പിന്നെ ടെസ്റ്റൊക്കെ ചെയ്തെല്ലാം പോസിറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോഴത്തേന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. റോയലിലായിരുന്നു കയറിയത്, അഞ്ചാലമ്മൂട്. ഒരു ബിരിയാണിക്ക് പറഞ്ഞു. എനിക്ക് ചേച്ചിക്കും കൂടെ ഒരു ബിരിയാണി, അതിൻ്റെ ആവശ്യമുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും അധികം കഴിക്കുന്ന ആൾക്കാരല്ല. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളെന്നല്ല, ഞാനും ചേച്ചിയും കൂടെ പോയാലും ഞാനും ഗോകൂടെ പോയാലും ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരെണ്ണേ മേടിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേസ്റ്റ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നല്ല ബിരിയാണിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ നിന്ന് ബിരിയാണി കഴിക്കുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് സലാഡ് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഫെലൂഡ കഴിക്കണമെന്ന്, അതിനു വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡിൽ ഒതുക്കി, ബിക്കോസ് ബിരിയാണി കഴിച്ചത് കൊണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു. കുഴപ്പമൊന്നുമില്ല, തൈറോയ്ഡ് നോർമലാണ് കേട്ടോ. നോർമൽ മീൻസ് സത്യം പറഞ്ഞാൽ ഞാൻ ഗുളിക കഴിക്കുന്നതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട്. എന്നിട്ടും കുറവാണ്, 1.30 എന്തോ ഉള്ളൂ. ഇനിയിപ്പോൾ ഗുളിക കഴിക്കേണ്ടി വരില്ല. സമാധാനം, സന്തോഷം. ഒരു 1 hour എടുത്തു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ അഞ്ചാലമ്പൂട്ടിലൊരു ഷോപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. റോയൽ എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി അല്ല, ഫുഡ് എല്ലാം ഉണ്ട്. അവിടെ പോയി ഞങ്ങൾ ബിരിയാണി കഴിച്ചു, ഫ്രൂട്ട് സലാഡ് കഴിച്ചു. ഫ്രൂട്ട് സലാഡ് കഴിക്കാനാണ് കയറിയത്. പക്ഷേ ഉച്ച സമയമായിട്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചേട്ടൻ ബിരിയാണി ചോറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ബിരിയാണിക്കും കൂടെ പറഞ്ഞു. പിന്നെ കുഴപ്പമൊന്നുമില്ല, സന്തോഷം, സമാധാനം. കാശി ബീബി ഉറക്കമാണ്. ഞാൻ അവിടെ നിന്ന് ബ്ലഡ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മാമ്മയ്ക്ക് വിളിച്ച് ചോദിച്ചു എന്താ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഉറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സമയം ഉള്ളതുകൊണ്ടിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറി, ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് പോരുന്നേനെ കേട്ടോ. പിന്നെ സമാധാനം. ഇതായിരുന്നല്ലോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. പിന്നെ ദേണ്ട കേട്ടോ, നമ്മുടെ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ന്യൂ ബോൺ ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാം നല്ല നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. എല്ലാം മസ്ലിൻ മെറ്റീരിയൽസാണ് വരുന്നത്. ഭയങ്കര എനിക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. സോ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ്സ് വരുന്നുണ്ട്, കുറേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബട്ടൺ ജബ്ല അത് മേടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഐറ്റംസ് കൂടെ മേടിക്കാനുണ്ട്. ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കുറച്ചുകൂടെ മേടിക്കാറുണ്ട്. ഇത് എന്തുവാ
വാഷ് ക്ലോത്ത് ലൈക്ക് നമ്മൾ തുടച്ചൊക്കെ കൊടുക്കുക. വൈപ്സിന് പകരം യൂസ് ചെയ്യുന്ന നമ്മുടെ ഇതുണ്ടല്ലോ അതാണ്. പിന്നെ കെട്ടൊക്കെ ഉള്ളത് അവർ അതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാക്കിങ്ങിൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പം ഇങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് പോകാമല്ലോ. പിന്നെ ട്രൗസറും ഒരു ഉടുപ്പും കൂടി, ഇതൊരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഒരു സ്വാഡിൽ മേടിച്ചിട്ടുണ്ട്, അതായത് നമുക്ക് റാപ്പ് ചെയ്യാനോ വൈപ്പല്ല റാപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വാഡിൽ മേടിച്ചിട്ടുണ്ട്. കാശിയുടെ സമയത്തും കൂടുതലും മസ്ലിൻ മെറ്റീരിയൽസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ന്യൂബോൺ ഡയപ്പേഴ്സ്, ഇതൊരു 3 ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കുള്ളൊരു വാഷിംഗ് ടവൽ, ഇത് ഞാൻ കുഞ്ഞിന് ഉപയോഗിക്കത്തുള്ളൂ. എനിക്ക് എന്തായാലും വേറെ ടവലുണ്ട്, സോ എന്തായാലും കുഞ്ഞിന് ഉപയോഗിക്കത്തേ ഉള്ളൂ കേട്ടോ. കുഞ്ഞിന് വേറെ ടവലുണ്ട്, ബാത്ത് ടവൽ ബേബിക്കുള്ളതുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ഡേ ഒരു ഹുഡഡ് ടവലാണ്, ഇത് ഓറഞ്ച് കളറ്. പിന്നെ കാശി ബേബിക്കുള്ളൊരു ട്രൗസറും ഉടുപ്പും. ചൂടല്ലേ, ഭയങ്കര ചൂട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. പുതിയ ആൾക്കുള്ള ഓരോന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഞാൻ കാശി ബേബിയുടെ കാര്യം നോക്കും. മുന്നേ കാശി ബേബിക്ക് വേണ്ടി മാത്രമായിരുന്നു ഓരോന്നൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പുതിയ ആൾക്കുള്ള സാധനങ്ങൾക്ക് ഒരുപാട് മേടിക്കണമല്ലോ, അത് വാങ്ങുമ്പോഴത്തേന് കാശിനെ മറന്നു പോവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അതുകൊണ്ടിട്ട് കാശിക്കുള്ളത് എടുത്തിട്ടേ ഞാൻ പുതിയ ആൾക്കുള്ളത് എടുക്കാറുള്ളൂ. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കാശി ബേബിക്കായിരിക്കുമല്ലോ. കാര്യം അവനെ കണ്ടതിന് ശേഷമല്ലേ ഇനി ആരൊക്കെ എത്ര ബേബീസ് വന്നാലും നമ്മൾ ഒരെണ്ണത്തിനൊന്നും നിർത്തില്ല, അത് വേറെ കാര്യം. എങ്കിൽ കൂടിയിട്ട് ബേബീനെ കണ്ടതിന് ശേഷമല്ലേ അടുത്ത ബേബീസിനെയൊക്കെ കാണുന്നത്. സോ അതുകൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.